നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയും. അവളെ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ച അവരെ ഞാൻ കൊന്നുകളയും. അത് ഞാൻ എന്റെ മോൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ ഒരു കല്യാണം, ഒരു കുട്ടിക്കളി. പക്ഷെ അത് പോയി അവസാനിക്കാൻ പോകുന്നത് ഒരു വലിയ ദുരന്തത്തിലേക്കാണോ എന്ന് എനിക്ക് പേടിയുണ്ട്. അതെ ഇടാ മോനെ, അടുത്ത വാർഷികത്തിന് നമുക്ക് ഇങ്ങനെയൊന്നും പോരാ. ഏതെങ്കിലും ഒരു അനാഥാലയത്തിന് കുട്ടികളൊക്കെ വിളിച്ച് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ആ കുട്ടികളായിട്ട് ചിരിച്ച് കളിച്ച് അങ്ങോട്ട് സന്തോഷമായിട്ട് പോണം. ഏതാ? കറക്റ്റാ. ഹരിസാറേ, സാറ് ബെഡ്റൂം ഉണ്ടോ? ഓ, കുറച്ച് സമയത്തേക്ക് ഞാനൊന്ന് ബുദ്ധിമുട്ടിക്കുക. ഞാനത് ഒരുക്കിയിട്ട് ഉടനെ വരാം. ജീവ, അലങ്കാരങ്ങൾക്കൊക്കെ ഞാനും കൂടെ. നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരല്ലേ? അല്ല, തുല്യ ദുഃഖിതരല്ലല്ലോ. നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷം ഒന്നല്ലേ? ഈ രണ്ടുപേരെയും വിശ്വസിക്കാൻ കൊള്ളുകയല്ല. ഇതെല്ലാം ഇവർ ഒരുമിച്ച് തീരുമാനിച്ചതാണോ എന്ന് വേറെ സംശയിക്കണം. ഇല്ലേടാ? അറിയില്ല. എന്തായാലും ഏതുവരെ പോകും നമുക്ക് നോക്കാം. ഏട്ടൻ എന്തൊക്കെയാണ് അമ്മ ഈ കാണിച്ചു കൂട്ടുന്നത്? നിത്യേച്ചിരി വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം ഇത്ര പെട്ടെന്ന് ഏട്ടൻ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ? വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമായി നമ്മ പറഞ്ഞത് ഒരു കണക്കിന് നന്നായി. അതുകൊണ്ടാവും ഏട്ടൻ ഇത്ര ആഴത്തിൽ വിശ്വസിച്ചത്. അമ്മ, എനിക്കതിലെല്ലാം സന്ദേഹം ഇരിക്കമ്മ. ജീവൻ സാർക്കുള്ളിലുള്ള പക കെട്ടുപോകാതെ അവരെല്ലാം ഇത് വേണമെന്ന് കരുതി പണ്ണരുത്. അമ്മ, ഇപ്പൊ ഹരിസാറിന്റെ വീട്ടിൽ നടക്കുന്നത് എല്ലാമേ പോയി. ജീവൻ സാർ ഇതെല്ലാം കരുതി കൂടി താൻ ചെയ്തത്. അമ്മ, ഇവരെ നമ്പിക്കൂടാതമ്മ. ഏതോ ഒരു ആപത്ത് വരുന്ന മാതിരി തെരയുത്. എന്റെ ദൈവമേ, ഇങ്ങനൊരാപത്തിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്തില്ലേ? ഇനി എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്?
ശരവണ, അമ്മ ജീവന്റെ വിശ്വാസം നിലനിൽക്കണം. നമുക്ക് അവന്റെ കൂടെ തന്നെ പോയി താമസിക്കണം. അവൻ എന്ത് ക്രൂരത വേണമെങ്കിലും കാണിച്ചോട്ടെ. പക്ഷെ അവൻ നിത്യയുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാൻ പാടില്ല. അവളുടെ അച്ഛന് ഞാൻ കൊടുത്ത വാക്കാണത്. എനിക്കത് പാലിച്ചേ പറ്റൂ. അമ്മ പറയുന്ന എന്ത് വേണമെങ്കിലും ഞങ്ങൾ അനുസരിക്കാം. നമുക്ക് വേറെ തീരുമാനങ്ങളൊന്നും ഇല്ലല്ലോ. ആമാ അമ്മ, ജീവൻ സാർ എങ്ക കൂപ്പിട്ടാലും നമുക്ക് അങ്ങ് പോയി സംസാരിക്കാം. അവര് എന്നെ വേണേലും പണ്ടട്ടെ, എല്ലാം നിത്യാമേടത്തിന് വേണ്ടിതാണ്. അവൾക്ക് വേണ്ടി ഞാൻ എന്റെ ജീവൻ വരെ കളയും. അവളെ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിച്ച അവരെ ഞാൻ കൊന്നുകളയും. അത് ഞാൻ എന്റെ മോൾക്ക് വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനമാണ്. കല്യാണി മോള് കല്യാണി, അടുത്ത ദിവസം ക്ലാസ്സിൽ പോകുമ്പോഴേ ഞാൻ എല്ലാവരോടും പറയും എനിക്ക് ഇനി അച്ഛനുണ്ടെന്ന്. അമ്മയുടെ കൈ പിടിച്ചിട്ടല്ലേ ഞാൻ ഇനി സ്കൂളിൽ പോകുന്നത്. ഇനി മുതലേ പത്മ ടീച്ചറിന്റെ മോളെന്നല്ലേ എന്നെ വിളിക്കുക. കല്യാണി, അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ എന്തോ ടെൻഷൻ ഉണ്ട്. നമ്മൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മൾ എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? അച്ഛനെ അമ്മയെ നമുക്ക് ഒരുപാട് ഇഷ്ടല്ലേ. പിന്നെ എന്റെ കൂട്ടുകാരികളോടൊക്കെ ഞാൻ പറയും ഇനി എന്നെ കളിയാക്കുമ്പോ സൂക്ഷിക്കണമെന്ന്. എനിക്കൊരു ആങ്ങളയുണ്ട്. ആങ്ങളമാരെ അനിയത്തിമാരെ നോക്കേണ്ടത്. ഞാൻ നോക്കിക്കോളാം. എന്റെ അനിയത്തിനെ ഞാനും കളിയാക്കത്തില്ല. നാളെ മുതൽ എന്നും അച്ഛനും അമ്മയായിട്ട് പുറത്തു പോണയാതി. അപ്പൊ ഇന്നോ കാശ് ചെലവാക്കി ഒരുപാട് ദൂരത്തൊന്നും പോകണ്ട. വെറുതെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നടക്കാനല്ലേ കുറച്ചു നേരം. അതെനിക്കിഷ്ടായി. അവരുടെ രണ്ടാളുടെയും കൈ പിടിച്ച് കൊതി തീരുവോളം നമുക്ക് നടക്കാം. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സന്തോഷം നമ്മളെ കണ്ടെത്തുക. അച്ഛന്റെ അമ്മയുടെ സന്തോഷം നമ്മളെ കണ്ടെത്തി കൊടുക്കണം, അല്ലേ? സെറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.